TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന അധ്യായത്തിലെ 14ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന ടോപ്പിക്കിലെ ദ ലാക്ക് ഓപ്പറോൺ എന്ന കൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുൻപിലത്തെ വീഡിയോയിലൂടെ നമ്മൾ DNA-യുടെ സ്ട്രക്ചറും DNA എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ആകുന്നത്, mRNA-യിൽ നിന്നും ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. DNA എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂളിലാണ് എല്ലാ ജനറ്റിക് ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻസ് എങ്ങനെയാണത് റിവീൽ ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് അത് പ്രോട്ടീനായിട്ടാണ് ജനറ്റിക് ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യപ്പെടുന്നത്. ഏത് സമയത്ത് ഏത് പ്രോട്ടീൻ എന്തളവിൽ സിന്തസൈസ് ചെയ്യപ്പെടണം എന്നുള്ളതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. യൂക്കാരിയോട്സിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെക്കാനിസംസ് ഇവയാണ്. ഫസ്റ്റ് വൺ, ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ ഓർ ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. സെക്കൻഡ് വൺ, പ്രോസസ്സിംഗ് ലെവൽ ഓർ റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്. തേർഡ് വൺ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. ഫോർത്ത് വൺ, ട്രാൻസ്ലേഷണൽ ലെവൽ. എന്താണെന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ ഓർ ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. ഇത് നമ്മൾ യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്നും ഉണ്ടായി വരുന്ന mRNA-യിൽ ആവശ്യമുള്ള സീക്വൻസസും കാണും, ആവശ്യമില്ലാത്ത സീക്വൻസസും കാണും. അതിലെ കോഡിംഗ് സീക്വൻസസിനെയാണ് നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കുന്നത്. അതാണ് ആവശ്യമുള്ള സീക്വൻസ്. നോൺ കോഡിംഗ് സീക്വൻസ് ആണ് ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും ഉൾപ്പെടുന്ന mRNA ട്രാൻസ്ക്രിപ്റ്റിനെയാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ ആ മെക്കാനിസം വഴി ഈ ഒരു mRNA ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള mRNA സിന്തസൈസ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. അതാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള കൺട്രോൾ. അതായത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാകാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത മെത്തേഡാണ് പ്രോസസ്സിംഗ് ലെവൽ, ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. യൂക്കാരിയോട്സിൽ ഈ രീതിയിൽ ഉണ്ടാകുന്ന mRNA സ്ട്രാൻഡിനെയാണ് നമ്മൾ HNRNA എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടാവും. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുകയും എക്സോൺസിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു, എക്സോൺസിനെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് RNA സ്പ്ലൈസിംഗ്. അതാണ് രണ്ടാമത്തെ ലെവലിൽ ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് ലെവലിൽ mRNA കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഒരു ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ HNRNA അല്ലെങ്കിൽ ഒരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടായി എങ്കിൽ അടുത്ത ലെവലിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ആ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് സ്പ്ലൈസിംഗ് പ്രോസസ്സ് നടക്കാതെ കൺട്രോൾ ചെയ്യുക. അതാണ് പ്രോസസ്സിംഗ് ലെവൽ, റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്. സ്പ്ലൈസിംഗ് പ്രോസസ്സ് നടക്കാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെക്കാനിസം. ഇനി മൂന്നാമത്തെ മെക്കാനിസം ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. അപ്പോൾ യൂക്കാരിയോട്സിനെ സംബന്ധിച്ച് പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയർ പോറിനകത്തുകൂടെ ഈ ഉണ്ടായിട്ടുള്ള പ്രോസസ്സിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ സ്പ്ലൈസിംഗ് കഴിഞ്ഞ mRNA പുറത്തേക്ക് വരിക എന്നുള്ളതാണ്.
അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലേക്ക് ആ mRNA ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതാണ് മൂന്നാമത്തെ മെക്കാനിസം. ഇനി എന്താണ് നാലാമത്തെ മെക്കാനിസം? ട്രാൻസ്ലേഷൻ ലെവൽ. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്ന mRNA റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ mRNAയിലുള്ള ജനറ്റിക് കോഡിൻ്റെ സീക്വൻസ് അനുസരിച്ച് അത് കണക്കാക്കിയുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാവുകയും ആ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീനായിട്ട് മാറുകയുമാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. അങ്ങനെ ട്രാൻസ്ലേഷൻ നടക്കാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ജീൻ എക്സ്പ്രഷൻ്റെ 4 മെക്കാനിസംസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഏതൊക്കെ മെക്കാനിസംസ് വഴി ജീൻ എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്യാം? RNA ഉണ്ടാകാതെ കൺട്രോൾ ചെയ്യാം, ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യാം. ഇനി RNA ഉണ്ടായിപ്പോയി എങ്കിൽ അതിനെ പ്രോസസ്സിങ് നടക്കാതെ സ്പ്ലൈസിങ് ലെവലിൽ കൺട്രോൾ ചെയ്യാം. ഇനി സ്പ്ലൈസിങ് നടന്നുവെങ്കിൽ അടുത്ത RNAയെ ന്യൂക്ലിയർ പോർ വഴി പുറത്തോട്ട് വരുന്ന ട്രാൻസ്പോർട്ട് ലെവലിൽ കൺട്രോൾ ചെയ്യാം. ഇനി അടുത്തതോ ട്രാൻസ്ലേഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യാം. ഈ 4 മെക്കാനിസത്തിലൂടെ ജീൻ എക്സ്പ്രഷൻ ആവശ്യമുള്ള സമയത്ത് അത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ലെവലിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ജീൻ എക്സ്പ്രഷനെ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യുന്നതോ ട്രാൻസ്ലേഷൻ ആയാലും ഏത് ലെവലിലായാലും ഈ ഒരു ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നത് മെറ്റബോളിക്കും ഫിസിയോളജിക്കലും എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനും അതിന് റോളുണ്ട്. ദ ജീൻ എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെറ്റബോളിക്, ഫിസിയോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് ഈസ് സിന്തസൈസ്ഡ് ബൈ ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയ സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ പേരാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. അതെന്തിനുള്ള എൻസൈമാണ്? വിച്ച് കാറ്റലൈസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗാലക്ടോസും ഗ്ലൂക്കോസും എന്നുള്ള മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറ്റുന്ന ഒരു എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. അപ്പോൾ ഈ എൻസൈമിനെ സംബന്ധിച്ച് ഇഫ് ദ ബാക്ടീരിയ ആർ ലിവിങ് ഇൻ എ മീഡിയം ഡിവോയിഡ് ഓഫ് ലാക്ടോസ്, ഇപ്പോൾ ഈ ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ ആരില്ല എങ്കിൽ, ലാക്ടോസ് ഇല്ല എങ്കിൽ they need not require the particular enzyme. ഈ എൻസൈമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ അല്ലെങ്കിൽ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ എൻസൈം സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇഫ് ദ ബാക്ടീരിയ ആർ ലിവിങ് ഇൻ മീഡിയം ഡിവോയിഡ് ഓഫ് ലാക്ടോസ് they need not require the particular enzyme. That means ഇവിടെ ജീൻ എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെറ്റബോളിക് ഓർ ഫിസിയോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് പറയുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു കണ്ടീഷൻസിൽ ഇതിന് ഒരു മെറ്റബോളിസം നടത്തേണ്ട ആവശ്യം ബാക്ടീരിയയ്ക്ക് ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻസൈം സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാൻ എന്തിനു പറ്റും? പുറത്തുള്ള ഫാക്ടേഴ്സിന് പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് എംബ്രിയോ ഇൻറ്റു അഡൽട്ട് ഓർഗാനിസംസ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് അതിൻ്റെ എംബ്രിയോ ഒരു അഡൽട്ട് ഓർഗാനിസമായിട്ട് മാറണമെങ്കിൽ ഇറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് സെവറൽ സെറ്റ് ഓഫ് ജീൻസ് ആൻഡ് ദെയർ എക്സ്പ്രഷൻസ്. ഒരുപാട് ജീനുകളും അത് എക്സ്പ്രസ് ചെയ്യുന്ന ഫാക്ടേഴ്സും എല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഒരു സിംഗിൾ സെല്ല് അല്ലെങ്കിൽ ഒരു എംബ്രിയോ വളർന്ന് ഒരു അഡൽട്ട് ഓർഗാനിസമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ മാറുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും എക്സ്പ്രസ് ചെയ്യേണ്ട ജീനുകൾ മാത്രം പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലാത്തവ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതാണ് ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് സെവറൽ സെറ്റ് ഓഫ് ജീൻസ് ആൻഡ് ദെയർ എക്സ്പ്രഷൻസ്. ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് എംബ്രിയോ ഇൻറ്റു അഡൽട്ട് ഓർഗാനിസംസ്. അഡൽട്ട് ഓർഗാനിസമായിട്ട് എംബ്രിയോ മാറുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്താണ് ഒരുപാട് കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ എങ്ങനെയാണ്
ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്നു എന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ലാക്ക് ഓപ്പറോൺ. ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജാക്യു മൊണാർഡ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ 1961 ഈ ഒരു ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ജീൻ എക്സ്പ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്യു മൊണാർഡ് വെയർ ദ ഫസ്റ്റ് ടു എക്സ്പ്ലെയിൻ regulation of gene expression at a transcriptional level. In lac operon, lac refers to lactose. ഇപ്പോൾ ഇവിടെ ലാക്ക് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? ലാക്ടോസിൻ്റെ ഷോർട്ട് ഫോം ആണ്. എ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. ഇപ്പോൾ പോളിസിസ്ട്രോൺ എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? ഒരു പർട്ടിക്കുലർ മെറ്റബോളിക് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആ സിസ്ട്രോണിൽ ഒന്നിലധികം ജീനുകൾ ഉൾപ്പെടുന്നുവെങ്കിൽ അതിന് നമ്മൾ പോളിസിസ്ട്രോണിക് mRNA എന്ന് വിളിക്കും. അപ്പോൾ ഈ ലാക് mRNA എന്ന് പറയുന്നത് ഒരു പോളിസിസ്ട്രോണിക് mRNA ആണ്. കാരണം ഇത് കോഡ് ചെയ്യുന്നത് ഒന്നിലധികം പ്രോട്ടീൻസ് ഉണ്ട്. 3 പ്രോട്ടീൻസിനെ ഇവിടെ കോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിസിസ്ട്രോണിക് mRNA ആണ്. The lac operon, a polycistronic structural gene, is regulated by a common promoter gene and regulatory gene. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ ജീന് ZYA എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറൽ ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏത് സമയത്ത് പ്രൊഡക്ഷൻ നടക്കണം, ഏത് സമയത്ത് അത് പ്രൊഡക്ഷൻ വേണ്ട എന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിനായിട്ടിവിടെ 2 ജീനുകളുണ്ട്. ആ 2 ജീനുകളെ പറയുന്ന പേരാണ് ഈ കാണുന്ന പ്രൊമോട്ടർ ജീൻ ആൻഡ് ഓപ്പറേറ്റർ ജീൻ ആൻഡ് റെഗുലേറ്റർ ജീൻ. 3 ജീനുകളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മെയിനായിട്ടിവിടെ 2 ജീനുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഓപ്പറേറ്റർ ജീൻ ആൻഡ് റെഗുലേറ്ററി ജീൻ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഒപ്പറോൺ എന്ന് പറഞ്ഞാൽ എ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് ജീൻസ് ഈസ് റെഫേർഡ് ടു ആസ് ഒപ്പറോൺ. ഒരു മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ ഒപ്പറോൺ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഒപ്പറോണിന് എക്സാമ്പിളാണ് ലാക് ഒപ്പറോൺ. ലാക് എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കി ലാക്ടോസിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ലാക്ടോസിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒപ്പറോൺ ആണ് ലാക് ഒപ്പറോൺ. TRP ഒപ്പറോൺ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതാണ്. അര ഒപ്പറോൺ എന്ന് പറയുന്നത് അരബിനോസ് എന്ന് പറയുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒപ്പറോണാണ്. ഹിസ്റ്റഡീനെ കൺട്രോൾ ചെയ്യുന്ന ഒപ്പറോണാണ് ഹിസൊപ്പറോൺ. വാലൈനെ കൺട്രോൾ ചെയ്യുന്ന ഒപ്പറോണാണ് വാൽ ഒപ്പറോൺ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഒരു പ്രത്യേക മെറ്റബോളിക് റിയാക്ഷന് കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസ് വരുന്ന ഒപ്പറോണിന് എക്സാമ്പിളാണ് ഇതെല്ലാം. എ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് controlled by a set of genes is referred to as operon. Examples of operon: lac operon, TRP operon, ARA operon, hisoperon, val operon. ഇപ്പോൾ ഇത് ലാക് ഒപ്പറോണിനെ കുറിച്ച് പറയുമ്പോൾ ലാക്ടോസ് ഈസ് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ദ ഒപ്പറോൺ. ഇപ്പോൾ ഒപ്പറോൺ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് ജീൻസിന്, ലാക്ടോസിന് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിൽ അതിൻ്റെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ലാക്ടോസ്. ലാക്ടോസ് ഈസ് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. നേരത്തെ കണ്ടു ലാക്ടോസ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം അതിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നു. അതായത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആണ് ലാക്ടോസ്. ഈ ലാക്ടോസ് തന്നെയാണ് ഈ ജീനിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒപ്പറോണിനെ ഓണും ഓഫും ആക്കി മാറ്റുന്നത്. ലാക്ടോസിൻ്റെ പ്രസൻസിൽ ആ ഒപ്പറോൺ ഓൺ ആകുന്നു, ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ആ ഒപ്പറോൺ ഓഫ് ആകുന്നു. In the absence of glucose, if lactose is provided in the growth medium of the bacteria, the lactose is transported into the cells through the action of permease. അതായത് ഗ്ലൂക്കോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിലാണ് ഈ ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ
എന്നിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു? ലാക്ടോസിനെ കൊടുക്കുന്നു. ഗ്ലൂക്കോസ് ഇല്ല ഈ മീഡിയത്തിൽ, പക്ഷെ ലാക്ടോസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ലാക്ടോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ സെൽസ് ത്രൂ ദ ആക്ഷൻ ഓഫ് പെർമിയേസ്. ഇപ്പോൾ ഗാലക്ടോസൈഡ് പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായത്താൽ ഈ മീഡിയത്തിൽ നിന്നും എന്ത് ചെയ്യും? ലാക്ടോസിനെ ഇതിനകത്തേക്ക് കടത്തിവിടും. ദ ലാക്ടോസ് ദെൻ ഇൻഡ്യൂസസ് ദ ഒപ്പറോൺ. ലാക്ടോസ് പിന്നെ ഒപ്പറോണിനെ ഓണാക്കും. ഇനി എന്തൊക്കെയാണ് ലാക്ടോപ്പറോണിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. കമ്പോണൻസ് ഓഫ് ലാക്ടോപ്പറോൺ. റെഗുലേറ്ററി ജീൻ. റെഗുലേറ്ററി ജീൻ, ഇപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ ഇവിടെ കുറേ ഇതാണ് നമ്മുടെ ലാക്ടോപ്പറോൺ എന്ന് ചിന്തിക്കുക. ഈ ഒരു നൈട്രജൻ ബേസ് സീക്വൻസുകൾ ചേർന്ന ഇത്രയും സീക്വൻസുകൾ ചേർന്നതാണ് ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ജീനുകളുടെ കൂട്ടമെന്ന് കരുതുക. അപ്പോൾ അതിൽ ഈ ഏരിയയിൽ ഇത്രയും ഏരിയയിൽ വരുന്ന ജീനുകൾ അതിനെ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ജീൻ ഇൻഹിബിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഐ കൊടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ജീൻസ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലേറ്ററി ജീൻ. റെഗുലേറ്ററി ജീൻ ഓർ ഐ ജീൻ. ഇവിടെയാണ് ശരിക്കും ഈ ഒരു കൺട്രോളിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഇൻഹിബിഷൻ മെക്കാനിസം ഇരിക്കുന്നതുകൊണ്ട് ഈ ജീനിനെ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസസ് ദ റിപ്രസർ പ്രോട്ടീൻ. ഈ ഇരിക്കുന്ന ജീനാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ എന്നാണ് ഈ റെഗുലേറ്ററി ജീനിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേര്. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് പ്രൊമോട്ടർ ജീൻ. പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന പ്രൊമോട്ടർ ജീൻ. പ്രൊമോട്ടറിൻ്റെ പി എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ പോളിമറൈസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്ത് പോളിമറൈസ് ആണ്? RNA പോളിമറൈസ്. അപ്പോൾ ഇതിൽ നിന്നും mRNA ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എൻസൈമാണ് RNA പോളിമറൈസ്. RNA പോളിമറൈസ് ഈ പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്നും mRNA സിന്തസിസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ റീജിയനെ വിളിക്കുന്ന പേര് പ്രൊമോട്ടർ ജീൻ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ റീജിയൺ ഇൻ വിച്ച് RNA പോളിമറൈസ് ബൈൻഡ്സ്. ഓപ്പറേറ്റർ ജീൻ അടുത്ത സെക്ഷനാണ് ഓപ്പറേറ്റർ ജീൻ. ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ ജീൻ. ഇറ്റ് ഈസ് ദ റീജിയൺ ഇൻ വിച്ച് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ്. റെഗുലേറ്ററി ജീൻ സിന്തസൈസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ് ഓപ്പറേറ്റർ റീജിയൻ. ഇനി അടുത്തതാണ് സ്ട്രക്ചറൽ ജീൻസ്. ZYA എന്നുള്ള പേരിലൂടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ഇൻറ്റു ലാക് mRNA ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ലാക് പ്രോട്ടീൻസ്. അപ്പോൾ ഈ ZYA എന്ന് പറയുന്ന ഈ സ്ട്രക്ചറൽ ജീൻസിൽ നിന്നാണ് ലാക് mRNA, ലാക്ടോസ് മെറ്റബോളിസത്തിൻ്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ലാക് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആ ലാക് പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ്അസറ്റിലേസ്. അങ്ങനത്തെ 3 എൻസൈമാണ് ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ZYA എന്നീ പേരിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ജീനുകൾ നിന്നും ഉണ്ടാകുന്ന mRNAയിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ്അസറ്റിലേസ്. ഇനി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ കൂടെ നോക്കാം. Z ജീൻ കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ്. Z ജീന് കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. അല്ലെങ്കിൽ Z ജീനിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. എന്താ അതിൻ്റെ ഫംഗ്ഷൻ എന്നും നേരത്തെ പറഞ്ഞു. ഇറ്റ് കൺവേർട്സ് ദ ഡൈസാക്കറൈഡ് ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഇത് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. നേരത്തെ പറഞ്ഞു ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. അത് സിന്തസൈസ് ചെയ്യുന്നത് Z ജീനാണ്. ദ Y ജീൻ കോഡ്സ് ഫോർ പെർമിയേസ്. പെർമിയേസ് ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റ ഗാലക്ടോസിഡേസ്. ഇപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസിനെ സെല്ലിനകത്തേക്ക് കടത്തിവിടാനുള്ള സെല്ലിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്ന സാധനമാണ് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം. ലാസ്റ്റിൽ A ജീൻ കോഡ്സ് ഫോർ ട്രാൻസ്അസറ്റിലേസ്. അപ്പോൾ Z ജീനിൽ നിന്നും ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടാകുന്നു, Y ജീനിൽ നിന്നും പെർമിയേസ് ഉണ്ടാകുന്നു, A ജീനിൽ നിന്നും ട്രാൻസ്അസറ്റിലേസ് എന്ന് പറയുന്നു.
പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 പ്രോട്ടീനുമാണ് ലാക്ടോസ് മെറ്റബോളിസത്തിന് അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്. ഇനി എങ്ങനെയാണ് ലാക്ടോസ് അല്ലെങ്കിൽ ലാക്ടോപ്പറോൺ അത് ലാക്ടോസിൻ്റെ പ്രസൻസിലും ലാക്ടോസിൻ്റെ ആബ്സെൻസിലും അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ലാക്ടോപ്പറോൺ ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇപ്പോൾ ലാക്ടോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിൽ ഈക്കോളി ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഒപ്പറോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ നമുക്കറിയാം റെഗുലേറ്ററി ജീൻ, പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ ജീൻ, സ്ട്രക്ചറൽ ജീൻ. ഇത്രയുമാണ് ഈ 4 പാർട്ടുകളാണ് ഒരു ഒപ്പറോണിൻ്റെ അല്ലെങ്കിൽ ലാക്ടോപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി ജീനിൽ നിന്നും ആരുണ്ടാകും? റിപ്രസർ mRNA ഉണ്ടാകും. റെഗുലേറ്റർ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന mRNAയെ വിളിക്കുന്ന പേരാണ് റിപ്രസർ mRNA. ഇനി ഈ റിപ്രസർ mRNA അടുത്ത പ്രോസസ്സിന് വിധേയമാകുന്നു. എന്താണ്? ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ഇപ്പോൾ റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് ആരുണ്ടാകുന്നു? റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ mRNA ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇവിടെ റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ്സ് ഇൻറ്റു റിപ്രസർ mRNA, റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ്സ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻ. ഇനി ഈ റിപ്രസർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. റിപ്രസർ പ്രോട്ടീൻ എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു? ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ റെഗുലേറ്ററി ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA ട്രാൻസ്ലേഷന് വിധേയമാകും. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബൈൻഡിങ് കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? RNA polymerase enzyme. RNA polymerase enzyme cannot bind to the promoter region. This binding prevents the RNA polymerase binding to the promoter region. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ റീജിയനിൽ റിപ്രസർ പ്രോട്ടീൻ ഇരിക്കുന്നത് കാരണം ഈ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. RNA പോളിമറേസ് ഇവിടെ ബൈൻഡ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ ഇവിടെ പോളിമറൈസേഷൻ നടക്കും. സ്ട്രക്ചറൽ ജീൻസ് ഇവിടെ ഉണ്ടാകും. സ്ട്രക്ചറൽ ജീൻസ് ഇവിടെ ഉണ്ട്. സ്ട്രക്ചറൽ ജീൻസിൽ നിന്നും ലാക് mRNA ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആരാ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഈ റിപ്രസർ പ്രോട്ടീനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. റിപ്രസർ പ്രോട്ടീൻ ഈ പോളിമറൈസിനെ ഇവിടെ ബൈൻഡ് ചെയ്യാൻ അനുവദിക്കില്ല. ഇതിവിടെ ഇരിക്കുന്നത് തടസ്സമാണ്. ആർക്ക് തടസ്സമാണ്? RNA പോളിമറൈസിന് തടസ്സമാണ്. എന്തിന് തടസ്സമാണ്? ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു mRNA സിന്തസിസ് നടത്താൻ തടസ്സമാണ്. RNA പോളിമറൈസിന് ഈ ജീനിന്റെ പുറത്തുകൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല, പോളിമറൈസേഷൻ നടത്താൻ പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റില്ല. ആ രീതിയിലൂടെ റിപ്രസർ പ്രോട്ടീൻ ബ്ലോക്ക് ചെയ്തിരിക്കും. Thus the transcription of the structural gene is prevented. ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെന്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ്സ് ഇൻറ്റു റിപ്രസർ mRNA. ഇപ്പോൾ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ, ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. ആ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ഈ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ട ആവശ്യമില്ല. അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്താ സംഭവിക്കുക? റെഗുലേറ്ററി ജീനിൽ നിന്നും ആരുണ്ടാകും? റിപ്രസർ mRNA ഉണ്ടാകും. റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റിപ്രസർ പ്രോട്ടീനായിട്ട് മാറും. റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഇവിടെ പോയി ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. ദിസ് ബൈൻഡിങ് പ്രിവെന്റ്സ് ദ RNA പോളിമറൈസ് ബൈൻഡിങ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. ഈ ബൈൻഡിങ് കാരണം RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യപ്പെടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. Thus the transcription of the structural gene is prevented. ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് ഈ ഒപ്പറോൺ വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ അറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലാക്ടോപ്പറോൺ. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇൻഡ്യൂസർ പ്രസന്റ് ആണെങ്കിൽ എന്നുള്ളത് അതിന് മുമ്പ് ഈ ഡയഗ്രാം കൂടി ഒന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാമാണ്. ഇവിടെ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു.
റിപ്രസർ mRNA യിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. Repressor protein binds to the operator region. So what happens? RNA polymerase cannot bind to the promoter region. So the transcription of the structural mRNA is prevented. Repressor binds to the operator region and prevents RNA polymerase from transcribing the operon. This is inducer in the absence. In inducer in the presence. Lack of operon in presence of inducer. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകുന്നു. റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ പ്രോട്ടീൻ റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻസ്. ഈ റിപ്രസർ പ്രോട്ടീൻസ് ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ആ സ്ഥലത്ത് നമുക്ക് എന്തുണ്ട്? ഇൻഡ്യൂസർ ഉണ്ട്. ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ലാക്ടോസ് ആണ്. അതാ പറഞ്ഞത് ഇൻ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ്. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഇൻഡ്യൂസർ ലാക്ടോസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഫോമായ അലോ ലാക്ടോസ് ആകാം. ഇൻഡ്യൂസർ ഉണ്ടാകുമ്പോൾ ഈ ഇൻഡ്യൂസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ഈ ഇൻഡ്യൂസർ പോയിട്ട് റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീനുമായിട്ട് ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ എന്താകുന്നു? ഇനാക്റ്റീവ് ആകുന്നു. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീൻ ഇനി ഇവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. നേരത്തെ ഈ ഒരു ഷേപ്പിൽ ഇരുന്നപ്പോൾ അതിന് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റി. റിപ്രസർ ബൈൻഡ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു 3 ഡയമെൻഷണൽ കോൺഫിഗറേഷൻ മാറുന്നു. മാറിക്കഴിയുമ്പോഴത്തേക്കും ആ പ്രോട്ടീനിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഷേപ്പ് മാറിപ്പോയി. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും? RNA പോളിമറേസ് വന്ന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. നേരത്തെ RNA പോളിമറേസിന് വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഇരുന്നതാണ്, ഓപ്പറേറ്റർ റീജിയനിൽ ഇരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവിടെ റിപ്രസർ പ്രോട്ടീൻ ഇല്ല, കാരണം റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവായി. ആര് ഇനാക്റ്റീവ് ആക്കി? ഇൻഡ്യൂസർ അല്ലെങ്കിൽ ലാക്ടോസ് അവിടെ ഇനാക്റ്റീവ് ആക്കി. Now operator region is free. Then what happens? Inducer inactive repressor could not bind it to the operator, so RNA polymerase bind it to promoter region. So what will happen? lac mRNA will produce, transcribed into lac mRNA. RNA polymerase transcribes lac mRNA. lac mRNA translation വിധേയമാകുന്നു. പ്രോട്ടീൻ സിന്തസിസ് നടന്നിട്ട് ലാക്ക് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ്, ഇസഡ് ജീനിൽ നിന്നും ബീറ്റാ ഗാലക്ടോസിഡേസ്, വൈ ജീനിൽ നിന്നും പെർമിയേസ്, എ ജീനിൽ നിന്നും ട്രാൻസ് അസറ്റിലേസ്. അങ്ങനെ 3 ലാക്ക് പ്രോട്ടീനും സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എങ്ങനെ ഇവിടെ ഈ ഒരു റെഗുലേറ്റർ ജീനും ഓപ്പറേറ്റർ ജീനുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഒപ്പറോണിനെ കൺട്രോൾ ചെയ്യുന്നത്. റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീനും അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റർ റീജിയനിൽ പോയി അത് ബൈൻഡ് ചെയ്യുന്നതും കാരണം ഈ ഒരു ഒപ്പറോൺ മെക്കാനിസം കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ സിന്തസിസിൻ്റെ ആവശ്യമില്ല, ലാക് പ്രോട്ടീനിൻ്റെ സിന്തസിസിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇൻഡ്യൂസർ എന്ത് ചെയ്യും? റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകും. ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീനിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ RNA polymerase bind to the promoter region and transcription of structural genes takes place. ഡയഗ്രാം ഒന്നുകൂടെ നോക്കാം. റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ്സ് ഇൻറ്റു റിപ്രസർ mRNA. റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകുന്നു. റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ്സ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. Inducer such as lactose or allolactose binds with the repressor protein and it becomes inactive. ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ലാക്ടോസ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലോലാക്ടോസ് ആണ്. അത് വന്ന് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇനാക്റ്റീവ് റിപ്രസർ കുഡ് നോട്ട് ബൈൻഡ് ടു ഓപ്പറേറ്റർ. ഈ റിപ്രസറിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. So RNA polymerase bind to promoter region. RNA polymerase promoter region bind ചെയ്യുന്നു. RNA polymerase transcribes lac mRNA. lac mRNA ഉണ്ടാകുന്നു. Thus the transcription of the structural gene takes place.
ഈ രീതിയിലാണ് ലാക്ക് ഓപ്പറോൺ ഇൻഡ്യൂസറിന്റെ പ്രസൻസിലും ആബ്സെൻസിലും വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലാക്ക് ഓപ്പറോൺ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. For video lessons, please subscribe TLP's biology classes. Thank you.